ഇന്ന് എൻ്റെ കൂടെ ഒരു ഉസ്താദുണ്ട്, ഒരു മൗലിയരുട്ടി. ഞാൻ ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പം അറിയാൻ കഴിഞ്ഞത് കുട്ടീന്നൊന്നും വിളിക്കല്ലേ, കാക്കാന്ന് വിളിക്കണം എന്നാണ്. അതെന്തോ ആവട്ടെ. കാഴ്ചയിലും ശബ്ദത്തിലും കുട്ടിത്തം തോന്നുന്ന, വാത്സല്യം തോന്നുന്ന ഒരു മുഖം, വായിൽ നിന്ന് വരുന്നത് വെകിടിത്തരം, സ്ത്രീവിരുദ്ധത, അശ്ലീലം, അസംബന്ധം. ഈ ഒരു വ്യക്തിയുടെ സ്ത്രീവിരുദ്ധമായ അങ്ങേയറ്റം അധിക്ഷേപാർഹമായ ഒരുപാട് പരാമർശങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ടും ചെറിയ വീഡിയോകളായിട്ടും പ്രചരിക്കുന്നുണ്ട്. രസകരമായ കാര്യം, അല്ലെങ്കിൽ മണ്ണാർക്കാട്ടുകാരനാണ് ഇദ്ദേഹം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ നാട്ടുകാരനാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടുന്നവർ, ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കിട്ടുന്നവർ ദയവ് ചെയ്തിട്ട് എനിക്കൊന്ന് തരണം. ഒന്നുമല്ല, ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇദ്ദേഹം മൈനറാണ്, ഈ പ്രായത്തിൽ, ഈ ലുക്കിലുള്ള അത്ര പ്രായമൊക്കെ ഉള്ളൂ എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ തൻ്റെ കുട്ടിയെ എങ്ങനെ ഈ ഒരു സമൂഹത്തിൽ വളർത്തരുത് എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ കുരുന്ന്. ഇത് ഈ വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന് കാര്യമല്ല, ഇദ്ദേഹത്തിൻ്റെ വായിലൂടെ പുറത്തു വരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ സമൂഹത്തിൽ ആവരുത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. അതല്ലെങ്കിൽ ഇസ്ലാമികമായി വളർത്തപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ എന്തായി തീരും എന്നതിൻ്റെ ഒരു ഉദാഹരണം. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം എന്നതാണ് ഈ കുട്ടി നമ്മളോട് വിളിച്ചു പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ കുട്ടി എന്ന് വിളിക്കുന്നത് ഇതേ കാഴ്ചയിൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരു കുട്ടിയായി മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഒട്ടും കുട്ടിത്തമുള്ള കാര്യമല്ല. പക്ഷെ ഇന്നിവിടെ നമ്മൾ അൽ ഉസ്താദ് റോസ്റ്റഡിലായതുകൊണ്ട് ഇതൊരു തമാശ രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ്. സ്ത്രീവിരുദ്ധതയും അങ്ങേയറ്റത്തെ വഷളത്തരവും വിവരക്കേടും വിളിച്ചു പറയുന്നതിൻ്റെ കൂടെ നല്ലോണം നമുക്ക് എന്താ പറയുക, ഉസ്താദ് റോസ്റ്റഡിലേക്ക് എടുക്കാവുന്ന പാകത്തിനുള്ള കള്ളക്കഥകളും ഈ കുരുന്ന് ബാലൻ തട്ടിവിടുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മളിന്ന് കേൾക്കുന്നത്. മറ്റു വീഡിയോകൾക്കുള്ള പ്രതികരണം നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള ലിയാഖത്ത് അലി CM എന്ന് പറയുന്ന നമ്മളെ ചാനലുണ്ടാവും. അതിനിടയിൽ ഇദ്ദേഹത്തെ കണ്ടുകിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തോട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇദ്ദേഹമോ ഇദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ അയൽവാസികളോ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് എനിക്ക് തരണം. ഇതൊരു അപേക്ഷയാണ്. ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് അനുമോദിക്കേണ്ടതില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഒരു വിശേഷപ്പെട്ട അറിവാണ്. ആ അറിവ് എന്ന് പറഞ്ഞാൽ കസ്തൂരിമാൻ എന്ന് കേട്ടിട്ടില്ലേ? കസ്തൂരിമാൻ എങ്ങനെ കസ്തൂരി കിട്ടി എന്നതാണ് ഇന്ന് നമുക്ക് ഈ കൊച്ചുകുട്ടി പറഞ്ഞു തരുന്ന നല്ല കഥ. രസകരമായ കഥയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ടോളൂ. ഇത് പല ആൾക്കാർക്കും അറിയില്ല, ഉസ്താദിനറിയാം. ഉസ്താദ് പറഞ്ഞു. കസ്തൂരിമാനക്ക് കസ്തൂരി കിട്ടിയത് എങ്ങനെയാന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹു ആദം നബിനെ പടച്ച സമയത്തെ ഒരു മാന് ആദം നബിനെ കാണാൻ പോയി. വ്യക്തത വേണം. അള്ളാഹു ആദം നബിനെ പടച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ പടച്ച സമയത്താണോ, പടച്ചതിന് ശേഷം അവിടെ ഇബ്ലീസ് ഫിത്തന ഉണ്ടാക്കി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷമാണോ, അതോ അല്ല അള്ളാഹു ഇങ്ങനെ പടച്ചുണ്ടാക്കിയതിന് ശേഷം അള്ള പല ജീവികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്, പല ജീവികൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്, ചിലതിനൊക്കെ നാമം കൊടുത്തിട്ടുണ്ട്, പല പരിപാടിയുണ്ട്. അപ്പം അന്ന് അവിടെ മണ്ണ് കുഴച്ച് ഉണങ്ങാനിട്ട് കിടത്തിയ സമയത്തെങ്ങാനുമാണോ അതോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷമാണോ എന്ന കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ചെറിയ സംശയമുണ്ട്. ഉസ്താദ് അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കുമായിരിക്കും. എന്തായാലും ആദം നബിനെ അള്ളാഹ് സൃഷ്ടിച്ചപ്പോൾ ഒരു മാൻ കാണാൻ പോയി, ആദം നബിനെ കാണാൻ. അങ്ങനെ ആദം നബിന്റെ മടിയിലിരുന്നു വല്ലാത്ത വാത്സല്യം കാണിച്ചു. അപ്പൊ ആദം നബിക്ക് ഇഷ്ടം തോന്നിയത് ആ മാനിന്റെ മുതുകിലൂടെ ഇങ്ങനെ ഒന്ന് തലോടി. അങ്ങനെ അവിടെ കസ്തൂരി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ മാന് കാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വല്ലാത്ത സുഗന്ധം വരുന്നത് കണ്ടിട്ട് എല്ലാ മാനുകളും ഒരുമിച്ച് കൂടി. എന്നിട്ട് ചോദിച്ചു, അല്ല മാനെ, പൊന്നുമാനെ, അണക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു കസ്തൂരിൻ്റെ മണം? അപ്പം ഈ മാൻ പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ ആദം നബി എന്ന് പറഞ്ഞ ഒരു വിശിഷ്ട ജീവിയെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഞാൻ കാണാൻ പോയി വരികയാണ്. അപ്പം അയാൾ ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് തലോടി, അപ്പം എൻ്റെ മുതുകിൽ കസ്തൂരി വന്നതാണ് എന്ന് പറഞ്ഞു. ഓർക്കണം, ഇതിനോട് ബന്ധപ്പെടുത്തി വേറെ ഒരു കഥയുണ്ട്. ഈ കഥ കിട്ടുന്ന പുസ്തകത്തിൽ ആ കഥയും കിട്ടും. ഉസ്താദ് പറഞ്ഞു തരും നമുക്ക്. ഈ നായ ഉണ്ടല്ലോ, നായ, ഡോഗ്സ്, പട്ടികൾ, ഇതിനെങ്ങനെ സൃഷ്ടിച്ചറിയോ നിങ്ങൾക്ക്? ഇതെന്തുകൊണ്ട് നജസായി എന്നറിയോ? ആദം നബിനെ സൃഷ്ടിച്ചു വെച്ചു. അപ്പം ഇബ്ലീസിന് പുച്ഛം തോന്നിയിട്ട് പടച്ചിട്ട ആദം നബിയുടെ രൂപത്തിലേക്ക് കാർക്കിച്ച് തുപ്പി. ആ തുപ്പ് വന്ന് വീണത് കൃത്യം വയറിലാണ്. അപ്പം ഇത് കണ്ട അള്ളാഹു ഇബ്ലീസിൻ്റെ ആ ഉമിനീര് അങ്ങനെ അങ്ങോട്ട് പറിച്ചെടുത്തിട്ട്
അതുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അതുകൊണ്ടാണ് നായനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ ഉമിനീരിനാൽ സൃഷ്ടിക്കപ്പെട്ട ജീവി ആയതുകൊണ്ടാണ് നായ നജസാവുന്നത്. അല്ലാതെ വേറെ ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ല. പിന്നെ വായയിലുള്ള അതൊക്കെ പറയൂ കേട്ടോ, മണ്ണ് കഴുകൽ അത് വേറെ കഥയാണ്, അത് പറയുമ്പോൾ നമുക്ക് പറയാം. അപ്പം ഇങ്ങനെയാണ് നായ സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു കഥ വേറെ ഉണ്ട് എന്നതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറിച്ചെറിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒരു പാട് വന്നു. ആ പാടാണ് പിന്നീട് പൊക്കിൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഇസ്ലാമിൻ്റെ കഥ ഉണ്ട്. ഈ ഉസ്താദ് ഈ കുട്ടി ഈ മാനിൻ്റെ കഥ കിട്ടുന്ന കിതാബിൽ അത് കിട്ടും, ഇല്ലെങ്കിൽ വേറെ കിതാബിൽ അതേപോലത്തെ വേറെ കിതാബിൽ കിട്ടും. ഇല്ലെങ്കിൽ ഒരു കിതാബും കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി, എൻ്റെ അടുത്ത് കിതാബുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പം അങ്ങനെ ഒരു കഥ വേറെ ഒന്ന് ഓർമ്മ വന്നപ്പോൾ ഇടയ്ക്കടി പറഞ്ഞു എന്നുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ കസ്തൂരി മാനിൻ്റെ ചുറ്റും കൂടിയ മറ്റു മാനുകൾക്ക് കൊതിമുത്തു, ഞങ്ങൾക്കും വേണം കസ്തൂരി എന്നായി. ആ മാനിനോട് ചോദിച്ചു, എവിടുന്നാണ് നിനക്ക് ഇത്രയും വലിയ സുഗന്ധം കിട്ടിയതെന്ന്. അപ്പൊ ആ മാന് പറഞ്ഞു അത്രേ, അള്ളാഹു ആദം നബിനെ പടച്ചിട്ടുണ്ട്, ഞാൻ ആദമിനെ കാണാൻ പോയിരുന്നു, ആദം നബി എനിക്ക് സമ്മാനം തന്നതാണ്. അപ്പൊ മറ്റുള്ള മാനുകൾക്കൊക്കെ ആദം നബിനെ കാണാൻ പുതിയ കസ്തൂരി കിട്ടാനേ. അങ്ങനെ മറ്റുള്ള മാനുകളൊക്കെ ആദം നബിന്റെ അടുത്തേക്ക് പോയി. ആദം നബിന്റെ മടിയിലിരുന്നു, വാത്സല്യം കാണിച്ചു. അങ്ങനെ ആദം നബി തലോടി കൊടുക്കുകയും ചെയ്തു. പക്ഷെ എന്ത് കിട്ടിയില്ല? കസ്തൂരി കിട്ടിയില്ല. ആ, അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. അതാണ് ട്വിസ്റ്റ് ഉണ്ട്, ഈ കഥയിലെ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് പറഞ്ഞാൽ ഈ ട്വിസ്റ്റുകൾ കഥയിലെ ട്വിസ്റ്റ് കണ്ടുപിടിച്ചാൽ ആദം നബിയുടെ കാലം മുതലുള്ള ട്വിസ്റ്റാണ്. അങ്ങനെ ഈ കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ മാൻ ആദം നബിനെ കാണാൻ പോയത് അള്ളാഹുവിൻ്റെ വിശേഷപ്പെട്ട ഒരു സൃഷ്ടിയെ കാണാമല്ലോ എന്ന കൗതുകത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലുമാണ്. എന്നാൽ രണ്ടാമത്തെ ആളുകൾ ഇത് പോയതോ, രണ്ടാമത്തെ മാൻകൂട്ടം പോയത് കസ്തൂരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മരം വെട്ടുകാരൻ്റെ കോടാലിക്കഥ അറിയാമോ? അറിയാം. അങ്ങനെ ഇഷ്ടംപോലെ കഥകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കഥകളും ചെറിയ പ്രായത്ത് ബാലമംഗളവും ബാലരമയും അമർചിത്ര കഥകളും കൂടി വായിച്ച ഒരു കുട്ടി പള്ളി ദർസിൽ പോവുകയും അത്യാവശ്യം കിതാബ് ഓതുകയും പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ഈ എന്താ പറയുക ഔലിയാക്കന്മാർ കറാമത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് വായനയും അറിവും കൂടി ഉണ്ടാവുകയും നല്ല പകര ഹസനിനെ പോലെ ഉസ്താദുമാരെയും കൂടെ കിട്ടിയാൽ ഇതല്ല ഇതിലപ്പുറം കഥകൾ വരും. നിങ്ങൾ പിടിച്ചിരുന്നോളി. മണ്ണാർക്കാട്ടുകാർക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? നിങ്ങൾ ആലോചിക്കുക, മണ്ണാർക്കാടിന് 2 മുത്തുകൾ, ഒന്ന് ഈ പൊന്നാരമുത്ത്, രണ്ടാമത്തെ ഒരു മുത്ത് മുത്തുനബിയുടെ പുന്നാര പേരക്കുട്ടിയാണെന്നും പറഞ്ഞിട്ട് അവിടെ സ്വർഗത്തിലുള്ളക്കുള്ള പാത വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ മജ്ലിസിൻ്റെ പേര് നൂറെ ഹബീബി എന്നാണ്. അപ്പോൾ ഈ 2 ഇസ്ലാമിൻ്റെ മുത്തുമണികളും കൂടി ചേർന്ന് മണ്ണാർക്കാടിനെ ഒരു വിശേഷപ്പെട്ട സ്ഥലമാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഇദ്ദേഹം മണ്ണാർക്കാട് എന്നുള്ള പേര് മാറ്റാതെ കുറച്ച് കാലം കൂടി മുന്നോട്ട് പോയിട്ട് ഇദ്ദേഹം ഇപ്പം പറയുന്ന പോലത്തെ ദീനും കൂടി പറഞ്ഞാൽ മണ്ണാർക്കാട് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി കിട്ടും. ഒന്ന് നൂറെ ഹബീബി തങ്ങളും ഒന്ന് ഇദ്ദേഹവും. എന്തായാലും നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ അങ്ങോട്ടും കൂടെ സഹകരിച്ച് ഒരുമിച്ച് നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ മണ്ണാർക്കാട് നിങ്ങളെ കയ്യിലിരിക്കും എന്നാണ്. ഞാൻ എന്തായാലും മണ്ണാർക്കാട് നിന്ന് കഴിച്ചില്ല, ഈ എറണാകുളത്താണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ തടി സലാമത്താക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ അനുഭവിച്ചോളി. ഓക്കെ, ഞാൻ മതവിമർശനം നടത്തിയപ്പോൾ സഹിക്കാത്ത മണ്ണാർക്കാട്ടുകാർക്ക് ഞാനിതാ ഷാഫി മണ്ണാർക്കാടിനെയും നൂറെ ഹബീബി തങ്ങളെയും സമർപ്പിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചോളി. ആദ്യത്തെ മാന് പോയത് ആദം നബിനെ കാണാനാ, കസ്തൂരിക്ക് വേണ്ടിയിട്ടല്ല. രണ്ടാമത്തെ മാനുകൾ പോയത് ആദം നബിനെ കാണാനല്ല, കസ്തൂരി കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ കിട്ടണം എന്ന് വിചാരിച്ച് നടന്നാല് കിട്ടൂല, ഒന്നും കിട്ടണ്ടെന്ന് വിചാരിച്ച് നടന്നാല് ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ മണ്ണാർക്കാട്ടുകാർക്ക്? അപ്പൊ നിങ്ങളിത് കിട്ടണ്ട വിചാരിച്ചിരുന്നാലും നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും എന്നാണ് ഈ കഥയിലെ സാരാംശം. അതേ സമയത്ത് കിട്ടണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.